നിങ്ങൾ ഐഫോൺ ആണോ യൂസ് ചെയ്യുന്നത്? എന്നാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഫോണിന്റെ സെറ്റിംഗ്സ് വേറെ ആരും പറഞ്ഞു തരാത്ത കുറച്ച് സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലുള്ള iOS ആൻഡ്രോയിഡ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക. ഇതുപോലെ എപ്പോഴെങ്കിലും സ്ക്രീനിലോട്ട് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരാറുണ്ട്. നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. സ്പോട്ട്ലൈറ്റ് സെർച്ചിൽ റീച്ചബിലിറ്റി എന്ന് സെർച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. മേളിൽ കൊടുത്തേക്കുന്ന റീച്ചബിലിറ്റി സെറ്റിംഗ്സ് ഒന്ന് ഓഫ് ആക്കുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നടുക്കുന്ന് വളർന്നു വരുന്ന സാധനം നിന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു ഇത്. രണ്ട്, ഡിസ്പ്ലേയിലൂടെ ലോങ് ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള 3D ടച്ച് ഓപ്പൺ ആയി വരാൻ ചെറിയൊരു ഡിലേ ഉണ്ട്. ആ ഡിലേ നമുക്ക് ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ റീച്ചബിലിറ്റി സെറ്റിംഗ്സ് ഓഫ് സെയിം സെറ്റിംഗ്സിൽ കുറച്ച് ആയിട്ട് വരുമ്പോൾ 3D ആൻഡ് ഹാപ്പി ടച്ചിലെ ടച്ച് ഡ്യൂറേഷൻ സ്മൂത്ത് മാറ്റി ഫാസ്റ്റ് ആക്കുക. ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ ഡിലേ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. 3, റീച്ചബിലിറ്റി സെറ്റിംഗ്സ് ഓഫ് ആക്കിയ സെയിം സെറ്റിംഗ്സിൽ കുറച്ച് ആയിട്ട് വരുമ്പോഴത്തേന് പ്രിവെന്റ് ലോക്ക് ടു എൻഡ് കോൾ എന്നുള്ള ബട്ടൺ അത് ഡിസേബിൾ ആയിരിക്കും. അതൊന്ന് ഇനേബിൾ ചെയ്യുക. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് സൈഡ് ബട്ടൺ അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഡിസ്കണക്ട് ആയി പോകാറുണ്ട്. ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ആയി കഴിഞ്ഞാൽ കോൾ ചെയ്യുന്ന സമയത്ത് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താലും കോൾ ഡിസ്കണക്ട് ആവത്തില്ല. 4, സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിൽ ഫേസ് ഐഡി ആൻഡ് അറ്റൻഷൻ ഓപ്പൺ ആക്കുക. അതിൽ ഹാപ്റ്റിക് ഓൺ സക്സസ്ഫുൾ ഒതന്റിക്കേഷൻ എന്നുള്ള ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ടൈം ഫോൺ അൺലോക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫേസ് ഐഡി യൂസ് ചെയ്യുമ്പോഴും ആപ്പിൾ ടാപ്റ്റിക് എഞ്ചിൻ നമുക്ക് അവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഐഫോൺ കൊണ്ട് നടത്തിയിട്ട് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നാണക്കേടാണ് ഗൈസ്. ബൈ ദ വേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്. എന്നെ പോലെ ഒന്നും ചെയ്യാൻ അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചോ. അതുപോലെ നിങ്ങൾക്ക് ഇനി അടുത്ത കണ്ടന്റ് എന്ത് വേണമെന്നുള്ളതൊന്ന് കമന്റും കൂടെ ചെയ്തു.